ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചപ്പാത്തി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്ത് 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം സവോള കട്ട് ചെയ്തതോ അല്ലാന്നുണ്ടെങ്കിൽ 2 ചെറിയ ഉള്ളിയോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 1/4 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് നിറച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതേ കപ്പ് അളവിൽ തന്നെ 2 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഗോതമ്പ് പൊടി തന്നെ മതി എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല മൈദപ്പൊടിയിൽ മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. ഓരോ മാവിലും ചെയ്തെടുക്കുമ്പോഴും അതിൻ്റെതായ വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. ആ ഒരു മിക്സിൻ്റെ നനവ് മാത്രം തന്നെ മതിയായി വന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു മാവിൽ പ്രത്യേകം ഉപ്പൊന്നും ഇട്ടിട്ടില്ല. കിഴങ്ങ് അരച്ചെടുക്കാൻ നേരത്ത് ഈ ഒരു മാവിനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്തത്. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷമോ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഇതെല്ലാം ഉരുട്ടിയെടുക്കുന്നത്. ഇങ്ങനെ എല്ലാ മാവിലും ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉരുട്ടിയെടുത്ത മാവിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഇതുപോലെ ഈ ഒരു ബോർഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പൊടി തട്ടാതെ നമുക്ക് ഓയിലിൽ മാത്രം പരത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ബോർഡിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാവിലും ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം, നമുക്കിതുപോലെയും ചെയ്തെടുക്കാം. 2 രീതിയിൽ ചെയ്താലും 2 ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ പൊടിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നിർബന്ധമൊന്നുമില്ല, ഷേപ്പായിട്ടിരിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് മാത്രം ഇതുപോലെ ചെയ്താൽ മതി. അല്ലാത്തവർ ആ പരത്തിയ വടത്തിൻ്റെ ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ ഒരു വക്കുള്ള പാത്രം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. അതിനായി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു മാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് വന്നു. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ലപോലെ പൊള്ളി വരുന്നത് കാണാം. ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്തെടുക്കുന്ന ആ ഒരു ചപ്പാത്തി നമുക്ക് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ഞാൻ അടുത്ത ഒരു മാവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് പൊള്ളി വരുന്ന സമയത്ത് നമുക്കത് എടുത്തു മാറ്റാവുന്നതാണ്. ഇതേപോലെ എല്ലാം ഒരു പാത്രത്തിൽ ചുട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചപ്പാത്തി റെഡിയായി കിട്ടി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.